വേണ്ട ടർഫ് സ്റ്റാർട്ടായി. ഓക്കെ, അപ്പം സ്റ്റാർട്ടിങ്ങിൽ ചേംബർ ഹിൽസ് സ്റ്റാർട്ടായിട്ടുണ്ട്. VNVയുടെ 2 വണ്ടികളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്ലെയർ ഇത് പ്ലെയർ ബ്ലിപ്സോ ബ്ലിപ്പ്, ഗൂഗിൾ ബ്ലിപ്പ്. ഓക്കെ എടാ, അതേപോലെ കിൽ ഹിസ്റ്ററി ഓട്ടോമാറ്റിക്കായിട്ട് വന്നോളൂ, ഓൾറെഡി ഉണ്ടാവോ അതോ എന്താണ് പാട്? /kill his അല്ലേ? ഓക്കെ, ക്ലിയർ. പക്ഷെ ഇതിൻ്റെ ഇടയ്ക്ക് അവർ TDM പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്ക് അത് ഇഷ്യൂ വരുന്നില്ലേ? ഉറപ്പല്ലേ? ഇൻഫ്ലുവൻസ് UI കാണുന്നില്ല കാരണം എൻ്റെ മുഖം ഔട്ടിരിക്കും അല്ലേ. ഞാൻ ക്യാമറ ഓഫ് ചെയ്യണോ അതോ എന്താണ്? ക്യാമറ മൂവ് ചെയ്യണോ? കുറച്ച് ഇങ്ങോട്ടാക്കാം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ ഗൈസ്? ഇൻഫ്ലുവൻസ് കാണുന്നുണ്ടോ? ഇതായോ? അല്ലല്ല, എന്തോ എനിക്കറിയത്തില്ല. ഓക്കെ, അപ്പോൾ ടർഫ് സ്റ്റാർട്ടായിട്ടുണ്ട്. അല്ല, നമുക്കിവിടെ ഹോൾഡ് ചെയ്യാം. VNV ഇവിടുന്ന് മൂവ് ചെയ്ത് തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് പതുക്കെ ആ വണ്ടി ഫോളോ അപ്പ് ചെയ്ത് പോവാം. ഇന്ത്യയുടെ ബാക്കിയുള്ള വണ്ടികളുടെ പോയി 2-3 വണ്ടികളല്ലോ ഇവിടെ. KVയുടെ വണ്ടി ഒക്കെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ പോയിട്ടുണ്ട്. KVയുടെ വണ്ടി 3 വണ്ടി ഇവിടെ കാണുന്നുണ്ട്. ബാക്കിയുള്ള 2 വണ്ടി എവിടെടാ? നോക്കിയാ കൂട്ടാ, എടുത്തിട്ടേ ഉള്ളോ. VNV ഷവർമ, VNV നെല്ലിക്ക, VNV ആർഷസ് ജോഡ്, VNV ഡേക്ക് അടങ്ങുന്ന 1, 2, 3, 4 പ്ലേയേഴ്സ് ഉള്ള 4 പ്ലേയേഴ്സേ ഉള്ളൂ. ബാക്കിയുള്ള പ്ലേയേഴ്സൊക്കെ ഒന്ന് VNVയുടെ VNV നെല്ലിക്ക ക്രേസി ബോയ് ഗോറ്റു. എവിടെയാണ് ക്രേസി ബോയ്? സൂപ്പർ. ഓക്കെ, ക്രേസി ബോയ് ഇത് മാറുന്നേ ഉള്ളൂ, മാറട്ടെ. ഗോറ്റു ഇതാരാ? ദൈവമേ, ഒരാൾ കയറുന്നേ ഉള്ളൂ. VNV അട്രഷ്യസ് ലോക്കി സബാഷ്. അത് അയ്യോ, ഞാൻ എന്തിനാണ് ഇവിടെ വന്നത്? തേങ്ങ ഗോറ്റു വന്നു, കുഴപ്പമില്ല. അപ്പോൾ VNVയുടെ ബാക്കിയുള്ള പ്ലേയേഴ്സ് ഇവിടെ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പം ടർഫ് നമ്മൾ എന്തായാലും പ്രോപ്പർ ടൈമിൽ സ്റ്റാർട്ട് ചെയ്യും ഗൈസ്. അപ്പോൾ എടാ അബുക്കൂട്ടാ, നീ പോയിട്ട് TVയുടെ ഗ്യാങ് ചാറ്റിലും T47 ഗ്യാങ് ചാറ്റിലും പറയുക 10:30 ആകുമ്പം സെർവറിൻ്റെ അകത്ത് കയറാൻ പറയുക. 11 മണി ഷാർപ്പ് ടർഫ് സ്റ്റാർട്ടാവുമെന്ന് പറയാം. 11 മണി ഷാർപ്പ് കേട്ടോ. അപ്പം അതിന് ടൈമിൽ ഡിലേ ഒന്നും ഉണ്ടായിരിക്കത്തില്ലെന്ന് പറഞ്ഞാൽ കറക്റ്റ് 11 മണിയാകുമ്പോൾ തുടങ്ങും. 10:30 റിപ്പോർട്ട് ചെയ്യാൻ പറയുക. റിപ്പോർട്ടിംഗ് VC ടൈം 10:30. ടർഫിൽ സ്റ്റാർട്ട് ഷാർപ്പ് 11. മനസ്സിലായോ? 11 എന്നടിക്കുമ്പോൾ ടർഫ് തുടങ്ങും. അത് ഡിലേ ഇല്ല. ഓക്കെ. ഇതും കക്കാശി, VNV കക്കാശി, VNV യൂസ്, VNV പൗഡർ, VNV ജോവലൻ. ക്രേസി ബോയ് ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, സെറ്റ്. ഗണ്ണ് വാങ്ങാൻ മറന്നു പോകരുത്. ബുള്ളറ്റും ഗണ്ണും ഇല്ലാതെ ബസ് പെട്ടുപോകും. എന്തോ അടുത്താണ് വണ്ടിയൊക്കെ ഓടിച്ചോണ്ട് വരുന്നത്. VNV ലിൽ ഗ്രിഡി ഇതെവിടെ പോയി വരും? ഓക്കെ ഗായ്സ്, അപ്പോൾ VNV റെഡി ആകുന്നു. നമ്മുടെ ടർഫിൻ്റെ സമയം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഓൾമോസ്റ്റ് 5 മിനിറ്റ് തീരാറായി. സിൽക്കോൺ ഹായ്, വെൽക്കം ടു ദ സ്ട്രീം. അപ്പോൾ ടർഫ് ടൈമിൽ ഇത് ചേഞ്ച് ഉണ്ടാകത്തില്ല. അപ്പോൾ കൂട്ടാ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം അവരോട്. കറക്റ്റ് 11 മണിക്ക് ഷാർപ്പ് സ്റ്റാർട്ടാവും. അതുകൊണ്ട് റെഡിയായി പൊസിഷനിൽ ഇരിക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്വം, സർവർ കയറി ഇരിക്കേണ്ടത് കേട്ടോ. അത് നമുക്കൊരു തലവേദനയാവും കേട്ടോ. അതിന് ഭേദം കളിച്ച് വലിയ എന്നൊക്കെ പറഞ്ഞാൽ മതി. ഓക്കെ, എല്ലാവരും റെഡി ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. VNVയുടെ ടീമുകളെല്ലാം ഓക്കെ ഓരോന്നായി വന്നുകൊണ്ടിരിക്കുകയാണ്. 3, 2, 5 പേര് കറക്റ്റായിട്ട് എത്തിയിട്ടുണ്ട്. നമ്മുടെ അട്രിഷ്യസ് ലോക്കി അവരെ ഇറങ്ങിക്കയറിയതാ കേട്ടോ. VNV ജോ ഓവലിൻ വെള്ളം എടുത്തിട്ടുണ്ട്.
സ്നൈപ്പ് ഹായ്, വെൽക്കം ടു ദ സ്ട്രീം ഡാ. ഐ ആം ന്യൂ. മയർ എന്തൊക്കെയായിരുന്നു അടുത്തോളൂ. അവർക്ക് ടൈം കാണത്തില്ല ഗൈസ്. ഇത് എനിക്ക് മാത്രമേ ഈ വെളിയിലുള്ള സോൺ കാണത്തുള്ളൂ. അത് എൻ്റെ ഇൻഫർമേഷന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടേക്കുന്നതാണ്. അല്ല ഞാനിപ്പോൾ അത് ഓഫാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇല്ലീസാണ് ഇത്. ഞാനിപ്പോൾ ചേംബർ ഹിൽസ് ഹൈ ടർഫ് വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സോണിൽ കയറിയാൽ മാത്രമേ എനിക്ക് ആവശ്യമുണ്ട്. അവന് ഇനി തൊട്ട് ടർഫുള്ള ദിവസങ്ങളിൽ അവൻ്റെ ആവശ്യമുണ്ട്. അവനെ ടർഫിലോട്ട് എടുത്തു. അവന് പുതിയ ഡ്യൂട്ടി വേണമെന്ന് പറഞ്ഞ് കൊടുത്തത്. എങ്ങനെയുണ്ട്? അഡ്രസ്സിലൊക്കെ ഈ പോർട്ടർ സിഒ എവിടെ? ഓക്കെ, അപ്പോൾ കറൻ്റ്ലി അവരിവിടെ തന്നെയാണ്. അവരുടെ ബാക്കി പ്ലേയേഴ്സ് വീണ്ടും കയറുന്നേ ഉള്ളെന്ന് തോന്നുന്നു. ഓക്കെ, ഇപ്പോഴും VNV ഇവിടെ തന്നെ നിൽക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ ആദ്യത്തെ സോൺ ഷിഫ്റ്റ് ആകും. ഈ കളി എന്താകുമെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു. ലിൽഗ്രിഡി ഇവിടെ പാൻറ്റും ഡ്രസ്സ് മാറുന്നതേ ഉള്ളൂ. ഡേയ്ക്ക് ഇവിടെ വെയിറ്റിംഗ് ആണ്. ജോ ആൽവൻ ശർമ്മ ഇവിടെ വണ്ടി ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്. 1 2 3 4 എടാ 6 വണ്ടി ഉണ്ടറാ. 6 വണ്ടി ഉണ്ട് അവരുടെ. എടാ നിങ്ങളുടെ വെഹിക്കിൾ കൗണ്ട് കൂടുതലാണ് കേട്ടോ. എടാ വെഹിക്കിൾ കൗണ്ട് കൂടുതലാടാ. 5 കൂടുതൽ എടുക്കല്ലേ ഇവിടെ ഉള്ള മാതിരി. ഇവിടെ അപ്പൊ എന്റെ ഫാദർ ഈ ലൈവ് കാണുന്നുണ്ട്. അണ്ണൻ എന്ന് പറയുമ്പോ മോട്ടർ ഇടാമോ? ഞാൻ വെട്ടിരിക്കുക, പ്ലീസ് ഹെൽപ്പ് എന്നോ. അപ്പൊ എന്റെ ഫാദർ ഈ ലൈവ് കാണുന്നുണ്ട്. അണ്ണനെന്ന് പറയുമ്പോ മോട്ടർ ഇടാമോ? ഞാൻ വെട്ടിരിക്കുക, പ്ലീസ് ഹെൽപ്പ്. ചേറുവേഡിസിന്റെ അച്ഛൻ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മോട്ടർ ഇട്ട് കൊടുക്കുക. മോളാർ മോൻ പെട്ടിരിക്കുകയാണ്. ചേറു ലൈവ്സിന്റെ അച്ഛൻ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മോട്ടർ ഇട്ട് കൊടുക്കുക. മോളോർ മോൻ അവിടെ പെട്ടിരിക്കുകയാണ്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ അനൗൺസ്മെന്റ്. ചേറുവേഡ്സിന്റെ അച്ഛൻ ഈ ലൈവ് കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് മോട്ടർ ഇട്ട് കൊടുക്കുക. മോളോർ മോൻ പെട്ടിരിക്കുകയാണ്. ഓക്കെ ആയോ? ഹാപ്പിയാന്നോ? തെറ്റല്ലേ? അവർ എൻ്ററായോ? നോഡില്ലേ എന്ന് പറഞ്ഞത് ഷാർപ്പ് 10 ടർഫിൽ സ്റ്റാൻഡേർഡ് ഷാർപ്പ് 11 എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു വണ്ടി അറ്റ്മോസ്റ്റ് 5 മിനിറ്റ് ഗ്രേസ് പീരീഡ് കൊടുക്കുന്നല്ലേ. ഈ വണ്ടി DV അടിച്ചിട്ട് ഒരു വണ്ടി എക്സ്ട്രാ ആയിരുന്നു. ഇവരൊക്കെ ബാക്കിയുള്ള വണ്ടികൾ എവിടെയാണ്? ഇവിടെ ഉണ്ടോ എല്ലാം? ഓക്കെ, 4 വണ്ടി ഇവിടെ ഉണ്ട്. ഓക്കെ VNV ഈ ഒരു ഏരിയയിൽ എത്തിയിട്ടുണ്ട്. 1 2 3 4 വണ്ടികൾ. ഓക്കെ, ഡയറക്റ്റ് അവർ പുഷിലോട്ടാണ് പോകുന്നത്. ഓൾറെഡി സോൺ ഷിഫ്റ്റ് ഇപ്പോൾ വരാൻ പോവുകയാണെന്ന് തോന്നുന്നു. ഫസ്റ്റ് സോൺ അവർ വെയിറ്റ് ചെയ്ത് തന്നെ സോണ് അവർക്ക് നഷ്ടമായിരിക്കുകയാണ്. നമ്മളിത് കാത്തിരുന്ന് ഒന്ന് അലച്ച് നോക്കിയിടാ കേട്ടോ. നമ്മളിത് കാത്തിരുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് പോയിട്ട് 20 മിനിറ്റ് ആയി. ഇപ്പം മനസ്സിലായോ? അത് അടുത്ത സോണെത്തി. ഫസ്റ്റ് സോൺ ഷിഫ്റ്റ് ആയി. ഓക്കെ, സോണിൻ്റെ അകത്തോട്ട് VNVയുടെ വണ്ടികൾ കയറുകയാണ്. സോണോട്ട് നല്ലൊരു ഫയറിംഗ് ഇവിടെ സൈഡിൽ നിന്നും എല്ലാ ആംഗിൾസും കവർ ചെയ്തിട്ടാണ് ഫയറിംഗ് വന്നിരിക്കുന്നത്. VNVയുടെ വണ്ടികൾ ഓരോ ഏരിയയിലും ടയർ പൊട്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫയറിംഗ്. ഈ ഒരു ബിൽഡിംഗ് ഒരു ഹാർഡ് പുഷാണ് നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത്. ഒരു ഹാർഡ് പുഷ്, നല്ലൊരു ഹാർഡ് പുഷ്. ഓക്കെ, VNV ഇവിടെ വാസ്കോനെ പുഷാണ്. VNV ഒരു ഹാർഡ് ഒരു പുഷാണ് ചെയ്തിരിക്കുന്നത്. ഹാർഡ് പുഷാണ് VNVയുടെ സൈഡിൽ നിന്ന് നമ്മൾ കാണുന്നത്. VNV പോർട്ടർ അവിടെ മുകളിൽ കയറി, ക്രേസി ബോയ് അവിടെ മുകളിൽ കയറി. ഇവിടെ ഈ ഒരു ഏരിയയിൽ ഹാർഡ് ഒരു പുഷ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു ഏരിയയിൽ VNVയുടെ വക നല്ലൊരു അഗ്രസീവ് പുഷ്. VNV ഈ ഒരു ഏരിയയിലോട്ട് ഇടിച്ചറിഞ്ഞ് കയറിയിരിക്കുകയാണ്. നമ്മൾ നോക്കുവാണെങ്കിൽ വാസ്കോ അവിടെ നിന്ന് ഇറങ്ങി ഓടിയിട്ടുണ്ട്. വാസ്കോയ്ക്ക് മനസ്സിലായി അവിടെ നിന്ന് കഴിഞ്ഞാൽ അവൻ്റെ ജീവന് എന്താ പറയുക, ജീവൻ നഷ്ടമാകുമെന്ന് മനസ്സിലായത് കൊണ്ട് പോവാണ്. ഷെയ്ഖ് മുഹമ്മദ് അവിടെ നല്ലൊരു കവർ ഫയർ. അവിടെ VNVയുടെ പ്ലേയേഴ്സ് അവിടെ നല്ല രീതിയിൽ ടാഗ് കൊടുക്കുന്നുണ്ട്. അതേസമയം ഇവിടെ കാർലോ വാസ്കോ വെർഷസ് എല്ലാവരും നല്ലൊരു ഫയറിങ്, നല്ലൊരു പുഷാണ്. അവർ തിരിച്ച് ഓടി അകത്തോട്ട് കയറാൻ ശ്രമിക്കുന്നുണ്ടെന്ന് തോന്നുന്നു.
യെസ് അവർ സോൺ അകത്തോട്ട് കയറിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് വീണ്ടും അവിടെ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു ആംഗിൾ വിട്ടു തരില്ല. ഓ നെല്ലിക്ക ഡേക്ക് ആൻഡ് ആഷസ് ജോൺ ഇതുവഴി പുഷ് ചെയ്ത് കയറിക്കൊണ്ടിരിക്കുകയാണ്. അവർ ഈ ഒരു ഏരിയയിൽ സോണിലുണ്ട്. അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരകത്തൂടെ കയറാൻ ശ്രമിക്കുന്നുണ്ടോ? യെസ് കയറി. നെല്ലിക്ക അകത്തൂടെ കയറിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് അത് നോട്ടീസ് ചെയ്തിട്ടില്ല. സൗണ്ട് കൂടുതലാണോ? ഓക്കെ, ഈ ഒരു ബിൽഡിംഗിൽ ഫുൾ VNV ഒരു ഫുൾ ഷെയ്ഖ് മുഹമ്മദ് നോട്ടീസ് ചെയ്തിട്ടില്ല. ഷെയ്ഖ് മുഹമ്മദ് അണ്ണാക്കിലോട്ടാണ് അവർ കയറി വന്നുകൊണ്ടിരിക്കുന്നത്. ഷെയ്ഖ് മുഹമ്മദ് അവിടുത്തെ ഡൗൺ ആവാതിരിക്കാൻ വേണ്ടി ഓടാൻ ശ്രമിക്കുന്നുണ്ട്. VNV കക്കാശി ഷെയ്ഖ് മുഹമ്മദ് നല്ലൊരു ടാഗ്. ഷെയ്ഖ് മുഹമ്മദ് തലതാരങ്ങൾക്ക് രക്ഷപ്പെട്ടു. പക്ഷേ കാർലോ VNV കക്കാശിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. നല്ലൊരു പിക്ക് കാർലോ. പക്ഷേ കാർലോ അവിടെ തിരിയാതാവാനുള്ള എല്ലാ ചാൻസുകളും നമ്മൾ കണ്ടോണ്ടിരിക്കുകയാണ്. VNV വീണ്ടും ഒരു ഹാർഡ് പുഷ്. കാർലോ അവിടെ ഹീൽ ചെയ്ത് അവിടെ ഓടുകയാണ്. കാർലോ മോസ്റ്റ് പ്രോബബ്ലി ഇപ്പോൾ ചാവും. വേറൊരു നിവർത്തിയുമില്ല. അവിടെ ഒന്നും ചെയ്യാനില്ല. കാർലോ ഡൗൺ. നല്ലൊരു പിക്ക് ഫ്രം കാർലോ സൈഡ്. കാർലോ നല്ലൊരു പിക്ക് എടുത്തിട്ടുണ്ട്. എന്നിട്ടാണ് അവിടെ വീണിരിക്കുന്നത്. വർക്കിച്ചൻ VNV ഇസിയോടെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. VNV ഇസിയോ അവിടെ ഡൗൺ ആയിരിക്കുകയാണ്. വർക്കിച്ചൻ അവിടെ നല്ലൊരു പിക്ക് VNV ഇസിയോനെ എടുത്തിട്ടുണ്ട്. വർക്കിച്ചിന്റെ വക ഇസി എവിടെയാണ് ഡൗൺ ആയേ? എന്തായാലും നല്ലൊരു പിക്ക് വർക്കിച്ചിന്റെ വക ഇവിടെ ആണെന്ന് തോന്നുന്നു കേട്ടോ. വാസ്കോ, ഷെയ്ഖ് മുഹമ്മദ് എല്ലാവരും ഈ ഒരു ബിൽഡിങ്ങിൽ VNV ഈ ഒരു ബിൽഡിങ്ങിലോട്ടാണ് ഹാർഡ് റഷ് ചെയ്ത് കയറിയിരിക്കുന്നത്. കറന്റ് VNVക്ക് 2 പ്ലേയേഴ്സിനെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. KVക്ക് അവരുടെ ക്യാപ്റ്റനായ കാർലോനെയും. കാർലോയുടെ വക നല്ലൊരു പിക്കാണ് നമ്മളവിടെ കണ്ടത്. നല്ലൊരു ട്രേഡ്. പക്ഷേ അവിടെ ഒറ്റയ്ക്കായി പോയി. പുള്ളി പെട്ടുപോയി. പുള്ളിക്ക് ഇറങ്ങാനുള്ളത്. വാസ്കോനെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. ഹാർഡ് പുഷ്. എല്ലാ പ്ലേയേഴ്സും കൂടെ വാസ്കോനെ പുഷ് ചെയ്ത്. ഓക്കെ, വാസ്കോ അവിടുന്ന് പുഷ് ചെയ്ത് മാറിയിട്ടുണ്ട്. ആ ഒരു ഏരിയ വാസ്കോ അവിടുന്ന് മാറിയിട്ടുണ്ട്. ലെഗസി കയറി ഫയർ ചെയ്യുന്നുണ്ട്. നല്ലൊരു ടാഗ് കൊടുക്കാൻ ശ്രമിക്കും. നെല്ലിക്ക ഈ ഒരു ബിൽഡിംഗ് പുഷ് ചെയ്യാൻ നോക്കുന്നുണ്ട്. നെല്ലിക്ക ആ ഒരു ബിൽഡിംഗ് പുഷ് ചെയ്യാൻ നോക്കുകയാണ്. നെല്ലിക്ക ബിൽഡിംഗിലോട്ട് ഓടി കയറിയിട്ടുണ്ട്. വർക്കിച്ചൻ വേഴ്സസ് നെല്ലിക്ക നല്ലൊരു ഫയർ. ലെഗസി സ്പോട്ട് ചെയ്തിട്ടില്ല. വർക്കിച്ചൻ വേഴ്സസ് നെല്ലിക്ക. നെല്ലിക്ക ഡൗൺ. തൊണ്ട പോയി. അഗൈൻ VNVക്ക് വീണ്ടും ഒരു പ്ലെയറിനെ നഷ്ടമായിരിക്കുകയാണ്. VNVന് ഈ ഒരു ബിൽഡിങ്ങിന്റെ അകത്ത് ലോക്ക് ചെയ്തു. 2 പ്ലേയേഴ്സ് എന്നുകൊണ്ടാണ് VNVയുടെ ഈ ബിൽഡിംഗിൽ നിന്ന് വെളിയിലിറക്കാൻ. നല്ല വിഷയം ഒരു കളിയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആർഷ്യസ് ലോക്കി, അതേപോലെ ബാക്കി VNV ഡേക്ക് അവിടെ വീണ്ടും ഒരു നല്ലൊരു ആംഗിൾ കയറാൻ ശ്രമിക്കുന്നുണ്ട്. ലെഗസി അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡേക്കിനെ ലെഗസിക്ക് പിക്ക് ഓഫ് ചെയ്യാൻ സാധിക്കും. ലെഗസി അത് സ്പോട്ട് ചെയ്തിട്ടുണ്ടോ? ഡേക്കിനെ ലെഗസി അവിടെ സ്പോട്ട് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. വാസ്കോ ക്രേസി ബോയിനെ പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. വേറൊരു ഓഫ് ആംഗിൾ കറങ്ങി വന്ന ക്രേസി ബോയിനെ അവർ പിക്ക് ഓഫ് ചെയ്ത് അവരവിടുന്ന് ഫോൾ ബാക്കും ചെയ്ത് കഴിഞ്ഞു. VNVക്ക് വീണ്ടും ഒരു പ്ലെയറിനെ അവർക്ക് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കറന്റ്ലി സോണിൻ്റെ അകത്ത് 7 VNV പ്ലെയേഴ്സ്. 1 2 3 4 പിക്ക് നമ്മൾ എണ്ണി. ഒരാള് അപ്പോൾ കളിക്കാനില്ല. ആണോ? ആണോ? നല്ലൊരു ഓഫ് ആംഗിൾ പുഷ് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. നമ്മൾ കിൽ ഹിസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും. വർക്കിച്ചൻ ഇസിയോ നെല്ലിക്കനെ പിക്ക് ഓഫ് ചെയ്തു. കാർലോ കക്കാശിനെ പിക്ക് ഓഫ് ചെയ്തു. വാസ്കോ VNV ക്രേസി ബോയിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. 4 പിക്കാണ് ഈ ടർഫിൽ ഇതുവരെ നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരു VNV കാർലോനെ പിക്ക് ചെയ്യാൻ VNVക്ക് സാധിച്ചു. തിരിച്ച് KVയെ VNVയുടെ 4 പ്ലേയേഴ്സിനെ പിക്ക് ഓഫ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഹാർഡ് റഷ് VNV. ബട്ട് KVയുടെ പൊസിഷനിങ് ഒക്കെ വളരെ നന്നായിട്ടുണ്ട്. അത് തന്നെ അവരുടെ റൊട്ടേഷൻസും നല്ലൊരു റൊട്ടേഷൻസാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതീക്ഷിക്കാത്ത ആംഗിളിൽ നിന്നൊക്കെയാണ് അടി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അമ്മേ എഡ്ജായിരുന്നു. അല്ല രക്ഷപ്പെട്ടു. ഇല്ലെങ്കിൽ ഇപ്പോൾ അടുത്ത വീണ്ടും റീഷെഡ്യൂൾ. ഇനി ദിവസമില്ല. KV അഡ്രസ് ലോക്കി പോട്ട, അതേപോലെ തന്നെ ആർഷ്യസ് ജോൺ. ഓക്കെ, അവർക്ക് ഈ ഒരു ആംഗിൾ നിന്ന് അവർ റൊട്ടേറ്റ് ചെയ്ത് മാറാൻ ശ്രമിക്കുന്നുണ്ട്. നല്ലൊരു ഇത് തന്നെയാണ്. ഇവിടെ പെട്ടിരിക്കാത്തതിൽ നല്ലത് അവർക്ക് റൊട്ടേറ്റ് ചെയ്ത് മാറുന്നതാണ്. അവർ ഏത് ആംഗിൾ എടുക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, ജോ ആൽവിൻ ഈ ഒരു ആംഗിൾ ത്രൂ ആണ് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, അവർ നല്ല ട്രൈ ചെയ്യുന്നുണ്ട്. കയറി ജോ
ആ ഒരു ആംഗിൾ കയറിയിട്ടുണ്ട്. ജോയുടെ പൊസിഷൻ ആരും അറിഞ്ഞിട്ടില്ല. നല്ലൊരു പൊസിഷനിൽ ജോയ്ക്ക് കയറാൻ സാധിച്ചു. പക്ഷേ കറണ്ട് സിനാരിയോ കെ വി എക്ക് ചില്ലായിട്ട് കളിക്കാം. കെ വി എക്ക് പ്ലേയേഴ്സിനെ അവരുടെ കയ്യിലുണ്ട്. അറൗണ്ട് 11 പ്ലേയേഴ്സ് കെ വിയുടെ എലൈവാണ്. പക്ഷേ വി എൻ വിയുടെ ഓൾറെഡി 4 പ്ലേയേഴ്സ് ഡൗൺ ആണ്. സോ വി എൻ വി കെ വിനെ പിക്ക് ഓഫ് ചെയ്യാത്ത പക്ഷം ഈ ഒരു കളി വീണ്ടും ടൈറ്റ് ആവുന്നതായിരിക്കും. ഓക്കെ, ഇനി ഒരു 1 മിനിറ്റ് 39 സെക്കൻഡിൽ നമുക്ക് എങ്ങോട്ടാണ് സോൺ ഷിഫ്റ്റ് ആവുന്നതെന്ന് ഉടനെ തന്നെ അറിയാൻ പറ്റും. ഓക്കെ, വി എൻ വി അട്രിഷ്യസിലൊക്കെ അവിടുന്ന് വണ്ടി എടുത്ത് റൊട്ടേറ്റ് ചെയ്ത് വേറൊരു ആംഗിൾ പോയി. ഡേയ്ക്ക് അവർ വേറൊരു ആംഗിൾ പോയി. ഓക്കെ, ഹിറ്റ്മാൻ വാസ്കോ അവരെ ചേസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ വേറെ ആംഗിളുകൾ റൊട്ടേറ്റ് ചെയ്യാൻ കെ വിയുടെ വണ്ടികൾ സമ്മതിക്കുന്നില്ല. ഒരു വണ്ടിയെ കെ വി ഇന്ന് കളിക്കുന്നുള്ളൂ എന്ന് തോന്നുന്നു. ആ വണ്ടി സമ്മതിക്കുന്നില്ല. കറണ്ട്ലി ഇതാണ് ടർഫ്. ഓക്കെ, എല്ലാ ആംഗിളും എവിടെ പോയാലോ ഡേക്കിനെ എവിടെ പിറ്റ് ചെയ്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കക്കാശി ആൻഡ് അൾട്രോൺ ആ ഒരു പിക്ക് എടുക്കാൻ സാധിക്കുമോ? നല്ലൊരു ടാഗ്, പക്ഷേ ആ ഒരു പിക്ക് കൺഫേം ചെയ്യാൻ അവർക്ക് സാധിച്ചില്ല. വിയുടെ പ്ലേയേഴ്സ് ഇപ്പോഴും ഈ ഒരു ബിൽഡിങ്ങിൽ ലോക്ക്ഡിൻ ആണ്. ഷെയ്ഖ് മുഹമ്മദ് അവിടെ ആംഗിൾ ഹോൾഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അവർ വെളി വിടാതെ. വീണ്ടും ആ ഒരു വണ്ടീനെ ചേസ് ചെയ്ത് ഹിറ്റ്മാൻ പുറകിന് പൊക്കോണ്ടിരിക്കുകയാണ്. അവർ വണ്ടി റൊട്ടേറ്റ് ചെയ്തിരിക്കുകയാണ്. എങ്ങും കുത്താൻ അവരെ സമ്മതിക്കുന്നില്ല. ഓ, നല്ല അഗെയിൻ വീണ്ടും ഒരു നല്ലൊരു പിറ്റ് ഇപ്പോഴും. ഓക്കെ, അങ്ങനെ നമ്മുടെ ജോ ഔലിൻ ആ ഒരു പൊസിഷൻ റിവീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജോ ആൽവിൻ ജോ ആൽവിൻ ഇതൊക്കെ പേരടി WY എന്നൊക്കെ, ഇതൊക്കെ എങ്ങനെയാ വായിക്കാനിത്? ഓക്കെ, ജോ ആൽവിന്റെ പൊസിഷൻ റിവീൽ ചെയ്തു. ജോ ആൽവിൻ ഷെയ്ഖ് മുഹമ്മദിനെ സ്പോട്ട് ചെയ്തില്ല. ബട്ട് ഷെയ്ഖ് മുഹമ്മദിനെ ജോ ആൽവിൻ സ്പോട്ട് ചെയ്തില്ല. മേ ബി ജോ ആൽവിൻ സ്പോട്ട് ചെയ്തിരുന്നെങ്കിൽ അവർക്ക് ഷെയ്ഖ് മുഹമ്മദിന്റെ പിക്ക് എടുക്കാൻ ഒരു നല്ലൊരു അവസരമായേനെ അത്. TV ടർഫ് 11 മണി ബ്രോ, 11 മണി. അപ്പോൾ കൂട്ടാ സെറ്റല്ലേ? 10:30 ആയിട്ടുണ്ട്. VC വന്ന് IP കൊടുത്തേക്ക് അവർ കയറാതിരിക്കുന്ന അവരുടെ ഇഷ്ടം. 11 മണിക്ക് ഷാർപ്പ് ടർഫ് തുടങ്ങുമെന്ന് പറഞ്ഞത് കേട്ടോ. വീശിരിക്കണം, അവർ വന്നോട്ടെ. 11 മണിയാകുമ്പോൾ നമ്മൾ ടർഫ് തുടങ്ങും, മനസ്സിലായോ? ഇതിപ്പോൾ തീരും, 20 മിനിറ്റ് തീരും. അതായത് 10:53 ആകുമ്പോൾ ഇത് തീരും. നേരെ നമ്മൾ അടുത്ത ടർഫിലോട്ട് വരുന്നു, അത് തുടങ്ങുന്നു, മനസ്സിലായോ? ഇപ്പോൾ അവർ അരമണിക്കൂർ നേരത്തെ ഉണ്ടെങ്കിലേ നമുക്ക് 10 മിനിറ്റൊക്കെ വേണമെങ്കിൽ നേരത്തെ ടർഫ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അടുത്തൊരു സോൺ ഷിഫ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഏരിയയിലോട്ടാണ്. മൊത്തത്തിൽ ആ ബിൽഡിങ്സ് ആ ഒരു സോൺ അബാൻഡൻ ചെയ്ത് പുതിയൊരു സോണാണ് നമ്മൾ ചേംബർസിൽ കണ്ടിരിക്കുന്നത്. ഈ ഒരു ഏരിയയിലോട്ടാണ് സോണ് ഇപ്പോൾ കറൻ്റ്ലി ഷിഫ്റ്റ് ആയിരിക്കുന്നത്. ഈ ഒരു സോൺ എങ്ങനെ VNV അവരുടെ അഡ്വാൻറ്റേജ് ആക്കി മാറ്റുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ജോ ആൽവിൻ ഇപ്പോഴും ബാക്കിലുള്ള ആ ഒരു വണ്ടീനെ സ്പോട്ട് ചെയ്തില്ലെന്ന് തോന്നുന്നു. പുള്ളി എന്താ അത് ഫയർ ചെയ്യാത്തേ? പുള്ളിക്ക് എന്താ പറ്റി കാണുന്നില്ലേ? ഓക്കെ, ഫയർ വെടി ഇവരെന്താ കളിക്കുവാന്നോ? സാറ്റ് കളിക്കാന്ന് തോന്നുന്നു. ഫോണടിച്ചൊക്കെ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇപ്പം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ VNVയുടെ 5 പ്ലേയേഴ്സ് ഈ ഒരു ഏരിയയിൽ, ഒരാൾ വണ്ടിയിൽ, മറ്റൊരാളും വണ്ടിയിലാണെന്ന് തോന്നുന്നു, റൊട്ടേഷനിലാണെന്ന് തോന്നുന്നു. ഓ, അത് നല്ലൊരു അഗ്രഷൻ, നല്ലൊരു ഫയറിംഗ് ഫ്രം VNV സൈഡ്. അവർ ആ വണ്ടി നല്ല രീതിയിൽ ഒരു ഫയറിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി സാറ്റ് കളിക്കാൻ പറ്റുമോ എന്ന് നമുക്ക് കണ്ടറിയാം എന്ന് പറഞ്ഞുകൊണ്ട് VNVയുടെ പ്ലേയേഴ്സ് നല്ലൊരു സ്പ്രേ. ടയറെല്ലാം മൊത്തത്തിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് ഈ ഒരു വണ്ടിക്ക്. ബട്ട് എന്താണ് ഇവർ ചെയ്യാൻ പോകുന്നത്? അടിച്ചു പോയോ? ടയർ പൊട്ടിയിട്ടുണ്ട്. എല്ലാ ടയറും പൊട്ടിയിട്ടുണ്ട്. സോൺ മൊത്തത്തിൽ ഷിഫ്റ്റ് ആയിരിക്കുകയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ പുതിയൊരു സോൺ ഇതാ വന്നിരിക്കുകയാണ്. KVA പ്ലേയേഴ്സ് ഓൾറെഡി ഡിഫെൻഡിങ് പ്ലേയേഴ്സ് ആ ഒരു ഏരിയ കൺട്രോൾ എടുത്തുകൊണ്ട് തന്നെ അവർക്ക് ഈ ഒരു സോണിലോട്ട് എത്തിയപ്പോഴേക്ക് അവർക്ക് നല്ലൊരു കൺട്രോൾ തന്നെ കിട്ടിയിട്ടുണ്ട്. അവർക്ക് കറണ്ട് സോൺ ഏരിയ അവർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഏരിയ അവർ എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു.
ഹിറ്റ്മാൻ വാസ്കോ ഇവിടുന്ന് വണ്ടി എടുക്കുകയാണ്. പുതിയ KVയുടെ വണ്ടി അവർ എടുത്തിട്ടുണ്ട്. ടയർ നഷ്ടപ്പെട്ട വണ്ടി അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ്. VNVയുടെ പ്ലേയേഴ്സ് എല്ലാവരും വണ്ടി എടുത്ത് വേറൊരു ഓഫ് ആംഗിളിലേക്ക് റൊട്ടേഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ പ്ലേയേഴ്സ് കത്തിപ്പോയില്ലല്ലോ. 9 പ്ലേയേഴ്സ് ഉണ്ട്. ഇതിലാരൊക്കെ ചത്തേ? 4 പേര് കത്തില്ലേ? ആരെങ്കിലും ചത്തവർ എക്സിറ്റ് ആവാത്തായിരിക്കും. ഓക്കെ, ഇവരുടെ 6 പ്ലേയേഴ്സിനെ KV വീണ്ടും സ്പോട്ട് ചെയ്തു. അവരവിടെ പിറ്റേത് കളിക്കാൻ തോന്നുന്നു. അവിടെ മക്കളെ നിങ്ങളുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അടുത്ത സോണ് വരുന്നതിന് മുമ്പ് അകത്ത് കയറാൻ ശ്രമിക്കുക. നമ്മുടെ ഫൈനൽ സോൺ റൊട്ടേഷൻ ലാസ്റ്റ് 10 മിനിറ്റിലായിരിക്കും ലാസ്റ്റ് സോൺ വരാൻ പോകുന്നത്. 12-ാം മിനിറ്റിൽ എവിടെയാണെന്ന് ഒരു ഇൻഫോ കൊടുക്കുന്നതായിരിക്കും. എല്ലാ ആംഗിൾസിലും ഇപ്പോൾ കറന്റ് KV ഹോൾഡ് ചെയ്യുന്നുണ്ട്. അവർ ഏതൊരു ആംഗിളാണ് അവർ പുഷ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, തലപതി അവിടെ ഒരു ബിൽഡിംഗ് സ്പോട്ട് ചെയ്ത് നല്ലൊരു ഫയറിംഗ് കൊടുക്കുന്നുണ്ട്. തലപതി VNV ഡേക്ക് ആ ഒരു ആംഗിളിൽ നിന്ന് വണ്ടി എടുത്ത് ഡേക്കിൻ്റെ ഒരു വണ്ടി അവിടെ പെടാൻ ചാൻസ് ഉണ്ട്. എല്ലാ ആംഗിളിൽ നിന്നും നല്ലൊരു സ്പ്രേ. ഡേക്ക് ലിറ്ററലി നല്ല ലോ HP. ഡേക്കിനെ അവർക്ക് ഫിനിഷ് ഓഫ് ചെയ്യാൻ സാധിച്ചില്ല. ഡേക്കിൻ്റെ ആർമർ എങ്കിൽ മൊത്തത്തിൽ നഷ്ടമായിരിക്കുന്നു. നല്ല ടാഗ് ഡേക്കിനെ കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ബട്ട് കറന്റ്ലി സ്റ്റിൽ അവർ ഔട്ട് ഓഫ് സോൺ ആണ്. ഡേക്ക് ഹീൽ ചെയ്യുകയാണ് ചെയ്യട്ടെ. VNV എൻട്രിക്ക് ട്രൈ ചെയ്യുന്ന എല്ലായിടത്തു നിന്നും അവരെ നിങ്ങൾക്ക് എൻട്രി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് റിജക്റ്റ് ചെയ്ത് സ്പ്രേ ചെയ്ത് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയൊരു എൻട്രി VNV കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഓ, എല്ലായിടും എവിടെ വന്നാലും പ്രയാസമുണ്ടോ. ഓക്കെ, ഡേക്ക് എന്ത് ചെയ്യും? 4 ടയർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഡേക്കിന് എന്ത് ചെയ്യും? ഡേക്ക് എന്ത് ചെയ്യും? ഇവർക്ക് ആർക്കും ടയർ ഇല്ല. അതാണ് അതിലെ ഹൈലൈറ്റ്. ഒന്ന് റിപ്പയർ ചെയ്തൂടെ? ഇവർക്ക് റിപ്പയർ ചെയ്തൂടാ? ഇവിടെ അടുത്ത് റിപ്പയർ സ്റ്റേഷൻ ഒന്നും ഇല്ലേ? ഇവിടെ റിപ്പയർ ഇല്ല. ഓ, കുറച്ച് റിപ്പയർ സ്റ്റേഷൻ സിറ്റി മൊത്തത്തിൽ ഒന്ന് ആഡ് ചെയ്യാം. അതിനെന്ത് പറയുന്നു റിപ്പയർ സ്റ്റേഷൻ ആഡ് ചെയ്യുന്നതിനെ പറ്റി? ഇല്ലല്ലേ? ഇപ്പോൾ ആരാ അറ്റാക്ക് വരുന്നത്? ഇപ്പോൾ കറന്റ്ലി VNV ആണ് അറ്റാക്ക് ചെയ്യുന്നത്. KV ആണ് അറ്റാക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് 16 മിനിറ്റുകളാണ് ബാക്കി. 12-ാം മിനിറ്റിൽ എങ്ങോട്ടാണ് ലാസ്റ്റ് സോൺ ഷിഫ്റ്റ് ആവുന്നത് ഇൻഫോ കിട്ടുന്നതായിരിക്കും. ലാസ്റ്റ് 10 മിനിറ്റിൽ സോൺ ഷിഫ്റ്റ് ആവുന്നതായിരിക്കും. ഇതാണ് നമ്മുടെ ലാസ്റ്റ് സോൺ ഷിഫ്റ്റ്. ആരാ? എന്തുവാ? അവൻ കത്തിപ്പോയി കയറിയാന്നോ? അവരങ്ങനെ സോറിട്ട് എടുക്കുന്നത്? മിക്സോണല്ലേ? ഓക്കെ, കറന്റ്ലി വീണ്ടും ഒരു നിശബ്ദതയിലോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. VNVയുടെ ആരും VNV എല്ലാവരും എന്താടാ? ഓ, അവർ വണ്ടി റിപ്പയർ ചെയ്യാൻ വേണ്ടി ഈ ഒരു ഏരിയയിലോട്ട് എത്തി തന്നെ കേട്ടോ. എടാ, കുറെ ഇപ്പുറം പറഞ്ഞാലും ഇവിടെ റിപ്പയർ ചെയ്യണമെങ്കിൽ കുറച്ച് റിപ്പയർ സ്റ്റേഷൻസ് ആഡ് ചെയ്ത് കൊടുക്കണേ കേട്ടോ. നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓ, ഇവിടെ KVയുടെ വണ്ടിയായിട്ട് പിറ്റി നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഹിറ്റ്മാൻ വാസ്കോ വിടാതെ റിപ്പയർ ചെയ്യുന്ന വണ്ടികളെ വിടാതെ പിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇല്ലടാ, നിന്നെ റിപ്പയർ ചെയ്യാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ വണ്ടീനെ പിറ്റ് ചെയ്ത് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ആ വണ്ടീനെ ഇടിച്ച് കളയാനുള്ള പരിപാടി എന്നത് കേട്ടോ. കളഞ്ഞ് ഓക്കെ മലാക്ക്. ഓഹോ, നീ എൻ്റെ കൂട്ടുകാരനെ ഇടിച്ച് കളയുമല്ലേടാന്ന് പറഞ്ഞിട്ട് പിറ്റ് ചെയ്യാൻ ശ്രമിക്കണേ. അയ്യെ പറ്റി ചെയ്യുന്നു പറഞ്ഞുകൊണ്ട് ഹിറ്റ്മാൻ റിവേഴ്സ് എടുത്ത് വണ്ടി എടുത്തോണ്ട് പോയി വീണ്ടും റിപ്പയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്ന പാവങ്ങളെ റിപ്പയർ ചെയ്യാനെങ്കിലും വിട്ടുകൊടുക്കുക എന്ന് നമ്മൾക്ക് പറയേണ്ടിയിരിക്കുന്നു. അവരെ റിപ്പയർ ചെയ്യാതിരിക്കുന്നത് വളരെ മോശമായൊരു കാര്യമാണല്ലേ. ഇവിടെ എന്താ നടക്കുന്നത്? വീഡിയോ
അവൻ ചത്ത. വണ്ടി കത്തിയ, ഇടിച്ചിടിച്ചിടിച്ച് വണ്ടി കത്തിയടാ. അങ്ങനെ ആ വണ്ടിയും ഒരു വണ്ടിയും അവർക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുകയാണ്. മനുഷ്യപ്പറ്റുണ്ടോടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് VNV കാർ പോകുന്നത് എന്ന് തോന്നുന്നു. സത്യം പാകള് വിടില്ലടാ എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്മാൻ ഇതാ പുറകിൽ തന്നെ ചേസ് ചെയ്ത് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എങ്കിൽ നീ എന്നെ പിടിയടാ എന്ന് പറഞ്ഞുകൊണ്ട് അവരും. എവിടെ എത്തിയത്? ഓക്കെ, വീണ്ടും VNVയുടെ വണ്ടി ജോൺ എൻഡിലോട്ട് കടന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലായിടത്തൊന്നും പറയുകൊണ്ടെന്നൊന്നുമില്ല. വേറെ എവിടെയെങ്കിലും വണ്ടി വന്നിട്ടുണ്ടോ? ഓ, VNV ഡേക്കിൻ്റെ വണ്ടി. എന്താ ആർക്കെ ആർക്കാ? കൺട്രി വൈൽഡ്സ്. ഓക്കെ, VNVയുടെ ഈ വണ്ടീനെ അവിടെ ലോക്ക് ചെയ്ത് വെക്കാനാണ് വാസ്കോ ശ്രമിക്കുന്നതെന്ന് തോന്നുന്നു. ഇല്ല, ഡേക്കിന് അവിടുന്ന് ഫയറും കിട്ടി. എല്ലാ ആംഗിൾസിലും കറന്റ് ലോക്ക്ഡ് ഇൻ ആണ്. അവർ എങ്ങനെ അകത്തോട്ട് കയറും? ലാസ്റ്റ് സോൺ ഷിഫ്റ്റ് വെറും 20 സെക്കൻഡിനുള്ളിൽ എങ്ങോട്ടാണ്, അല്ല ഓൾറെഡി ഷിഫ്റ്റ് എങ്ങോട്ടാന്ന് കണ്ടു കഴിഞ്ഞു. ഓക്കെ, അടുത്തൊരു സോൺ ഷിഫ്റ്റ് ഇതിലോട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഏരിയയിലോട്ട് ലാസ്റ്റ് സോൺ ഷിഫ്റ്റ് ആവുന്നതിന് മുമ്പ് VNVക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുമോ? നമ്മൾ തുടക്കത്തിൽ VNVയുടെ നല്ലൊരു അഗ്രസീവ് പുഷ് നമുക്ക് കാണാൻ സാധിച്ചു. ബട്ട് അതവർക്ക് ക്യാപിറ്റലൈസ് ചെയ്യാൻ സാധിച്ചില്ല. ഒരു ട്രേഡ് എടുത്തപ്പോൾ അവർക്ക് നഷ്ടമായത് അവരുടെ 4 പേരെയാണ്. ഏതാടാ? ഇല്ലല്ല, ഇറങ്ങുന്നുണ്ട്. എനിക്ക് 3 പേരേ ഉള്ളൂ. 60 MS സ്റ്റേബിൾ കണക്ഷൻ. ഓക്കെ, AC ഓഫ് ആക്കിട്ട് പോയെന്ന് അറിയാം. കിൽ കൗണ്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതാണ് കറന്റ്ലി ഉള്ള കിൽ കൗണ്ട്. കാർലോ VNV കക്കാഷിനെ പിക്ക് ഓഫ് ചെയ്തു. ബട്ട് VNV ക്രൈസി ബോയ് കാർലോനെ ട്രേഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് കിച്ചൻ VNV ഈസിയോനെ പിക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് കിച്ചൻ അഗെയിൻ നെല്ലിക്കനെ പിക്ക് ചെയ്തിട്ടുണ്ട്. വാസ്കോ ക്രൈസി ബോയിനെ പിക്ക് ചെയ്തിട്ടുണ്ട്. കറന്റ്ലി 1, 2, 3, 4 പ്ലേയേഴ്സ് VNVക്ക് നഷ്ടമായിരിക്കുകയാണ്. KVക്ക് ഒരു പ്ലെയർ. ഇതാണ് കറണ്ട് സിനാരിയോ. ലാസ്റ്റ് ഒരു പുഷ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് നമുക്കറിയില്ല. ലാസ്റ്റ് സോൺ ഷിഫ്റ്റിലോട്ട് കടക്കുകയാണ്. 30 സെക്കൻഡിലാണ് ലാസ്റ്റ് സോൺ ഷിഫ്റ്റ് വരാൻ പോകുന്നത്. ഈ ഇൻഡിവിജ്വൽ ടർഫിന് ഇൻഡിവിജ്വൽ സോൺ ഷിഫ്റ്റ് കൊടുക്കേണ്ടി വരും കേട്ടോ. ഓക്കെ, ഈ വണ്ടി ഇപ്പോഴും VNVനെ വിടാതെ പിന്തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു കാലിനെ പോലെ. സോണിക്ക് കയറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇതിപ്പോൾ പൊട്ടിത്തെറിക്കും ഇനി. എഗെയിൻ വീണ്ടും പിറ്റ് ചെയ്ത് ഹിറ്റ്മാൻ ആ ഒരു വണ്ടി ലിറ്ററലി ടയറ് എല്ലാം പോയി. ഇനി ഒന്നുമില്ല. ഓക്കെ, അടുത്തൊരു വണ്ടി ഇറങ്ങിയിട്ടുണ്ട് പിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലാസ്റ്റ് സോണ് ഷിഫ്റ്റ് ആയിരിക്കുകയാണ് ഗൈസ്. ഇവിടെയാണ് ലാസ്റ്റ് സോൺ. ഈ ഒരു സോണിൽ VNV എങ്ങനെ ക്യാപിറ്റലൈസ് ചെയ്യും എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. ഓക്കെ, തലപതി ഇവിടെ നിന്ന് നല്ലൊരു ഫയറിങ്
ബട്ട് ആ ഒരു വണ്ടീനെ അവർക്ക് കിട്ടിയില്ല. ഓക്കെ, അഗൈൻ VNVയുടെ വണ്ടി ഇല്ല, തിരിച്ചു പോവുകയാണ്. ഇല്ല, പിറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. കത്തിയോ, വീണ്ടും കത്തിയോ? ഓ, നല്ലൊരു ഫയറിംഗ്. വണ്ടി സ്റ്റോപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നല്ലൊരു സ്പ്രേ ഫ്രം ഡ്രാഗൺ. പോയിട്ട് ഓക്കെ, VNVയുടെ പ്ലേയേഴ്സ് ഈ ഒരു ബിൽഡിംഗ് പുഷ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഈ ഒരു ബിൽഡിങ്ങിന്റെ അകത്തോട്ട് ഓടിക്കറിയിട്ടുണ്ട്. ഷെയ്ഖ് മുഹമ്മദ് നല്ലൊരു സ്പ്രേ, അവർക്ക് എൻട്രി എടുക്കാൻ സാധിച്ചില്ല. VNV പ്ലേയേഴ്സ് എന്ത് ചെയ്യും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. റൊട്ടേഷൻ തലപതി സ്പോട്ട് ചെയ്യുമോ ഇല്ലയോ? ഇത് AFK ഇവ കത്തിപ്പോയോ? തലപതി കത്തിപ്പോയോ? കോൾ വല്ല കൊടുക്കണ്ടോ? തലപതി കത്തിപ്പോയിരിക്കുകയാണ് ഗൈസ്. KVക്ക് ഇപ്പോൾ കറന്റ്ലി സോണിൻ്റെ അകത്ത് 8 പ്ലേയേഴ്സ്. VNV എല്ലാവരും സോണിലോട്ട് കയറിയിട്ടുണ്ട്. ഓക്കെ, തലപതി പോയടുത്തേക്ക് ഡ്രാക്കൻ വന്നിരിക്കുകയാണ്. ഓ, നല്ലൊരു സ്പ്രേ. KV അൾട്രോൺ VNV മാലാക്കിനെ ഡൗൺ ആക്കിയിരിക്കുകയാണ്. VNVക്ക് വേറൊരു പ്ലെയറിനെ കൂടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അതേപോലെ ഡ്രാക്കൻ ഇവിടുന്ന് നല്ലൊരു സ്പ്രേ. വീണ്ടും സോൺ എഡ്ജിൽ പോയി വീണ്ടും റീറ്റർഫ് ആക്കാതിരുന്നാൽ അത്രയും നല്ലതാണ്, ഇല്ലെങ്കിൽ നമുക്ക് പണി കൂടും. ഓ, ലിറ്റിൽ ഗ്രിഡി നല്ലൊരു ടാഗ് ലിറ്റിൽ ഗ്രിഡിക്ക്. ബട്ട് ലിറ്റിൽ ഗ്രിഡി അവിടുന്ന് രക്ഷപ്പെട്ടിട്ടുണ്ട്. അവിടുന്ന് രക്ഷപ്പെടാൻ ലിറ്റിൽ ഗ്രിഡിക്ക് സാധിച്ചു. VNV ഡേക്കിനെ ഡ്രാക്കൻ ഇവിടുന്ന് നല്ലൊരു സ്പ്രേ കൊടുക്കുന്നുണ്ട്. ഓക്കെ, VNV ഡേക്ക് ഓടിക്കയറുന്നത്. എല്ലാ സൈഡിൽ നിന്നും വഴിയും എല്ലാ സൈഡിൽ നിന്നും ടാഗുകളുമാണ് അവർക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. റിപ്പോർട്ട് എന്താ വന്നിട്ടുണ്ടല്ലോ അപ്പുകുട്ടാ? ഹെൽപ്പ്. ഓക്കെ, ലിറ്റിൽ ഗ്രിഡി ഓടി വരുന്നുണ്ട്. ഡ്രാക്കൻ സ്പോട്ട് ചെയ്തിട്ടില്ല. ലിറ്റിൽ ഗ്രിഡി ഓടി ഒന്ന് സ്റ്റക്കായോ? ഇവിടുന്ന് ഇറങ്ങിക്കുന്നേ. ആണല്ലേ? ഓക്കെ, ആ ഒരു ആംഗിളിൽ നിന്നും നല്ലൊരു സ്പ്രേ ട്രാക്കർ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ടാഗ്. VNV ഡേക്കിന് സോണിൽ കയറി ഒരു പിക്ക് എടുക്കാൻ സാധിക്കും. ഓക്കെ, VNV ഡേക്ക് ഓൾമോസ്റ്റ് എത്തിയിട്ടുണ്ട് കേട്ടോ, ഓൾമോസ്റ്റ്. പക്ഷേ ഹിറ്റ്മാൻ അത് സ്പോട്ട് ചെയ്തോ? ഇല്ല, ഹിറ്റ്മാൻ സ്പോട്ട് ചെയ്തില്ല. വെൽ പ്ലേഡ്. റിവേഴ്സ് കയറി പോവുകയാണല്ലോ ദൈവമേ. ഇല്ല പോയി കണ്ടു. ഇടാ, ഹിറ്റ്മാൻ അവിടെ ഇറങ്ങി നിപ്പോണ്ട് വണ്ടിയിൽ. ഓക്കെ, ഡേക്കിനെ സ്പോട്ട് ചെയ്തു. ഡേക്കിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, VNV അവിടുന്ന് റൊട്ടേഷൻ. ലാസ്റ്റ് 5 മിനിറ്റ് ആണ് ടൈം ലെഫ്റ്റ്. ലാസ്റ്റ് 5 minutes 20 seconds. ടർഫിൻ്റെ ലാസ്റ്റ് കുറച്ച് നിമിഷങ്ങളിലോട്ടാണ് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, VNV എവിടുന്ന് എൻട്രി ചെയ്യും എന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഈ ഒരു ആംഗിളിൽ അവർക്ക് എൻട്രി എടുക്കാൻ സാധിക്കുമോ? അതോ എന്തോ ഹെൽപ്പിട്ട് എന്താ? ഓ, ഹിറ്റ്മാൻ നല്ലൊരു ടാഗ്. VNV ഡേക്കിന്റെ വക നല്ലൊരു ടാഗ്. ഹിറ്റ്മാൻ ആർമർ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഹിറ്റ്മാൻ ഡൗൺ ആക്കിയിരിക്കുകയാണ്. ഡേക്ക് ഡൗൺ. ഓ, ഓടിക്കേറിയത് ഒരു സ്പൈഡിനെ VNV ബാക്ക് ചെയ്ത് കയറി പിക്കെടുത്തിട്ടുണ്ട്. നല്ലൊരു പുഷ്. KV സ്പൈഡിനെ VNV നല്ലൊരു അഗ്രസീവ് പുഷായിരുന്നു അത്. നല്ലൊരു ഹാഫ് ആംഗിൾ അവർക്ക് എടുക്കാൻ സാധിച്ചിട്ടുണ്ട്. നല്ലൊരു പുഷ് ഫ്രം VNV. KV ഷെയ്ഖ് മുഹമ്മദ് വാസ്കോ അവർ ബ്രേക്കൻ ഡൗൺ. നൈസ്. നല്ല 2 പിക്കുകൾ. അത് ഒരു അൺഎക്സ്പെക്ടഡ് ആംഗിളിൽ നിന്നും VNVയുടെ വക. അത് നല്ല കിടിലൻ 2 പിക്കുകളാണ് നമ്മൾ കണ്ടത്. നല്ലൊരു പുഷ്.
KVAക്ക് അത് അൺഎക്സ്പെക്റ്റഡ് ആംഗിൾ ആയതുകൊണ്ട് തന്നെ KVAക്ക് ഒന്നും ചെയ്യാൻ സാധിച്ചില്ല. ബട്ട് വെൽ പ്ലേഡ്. ലാസ്റ്റ് മിനിറ്റ് വരെ വിട്ടുകൊടുക്കാതെ പൊരുതിയ VNVക്ക് അത് സമ്മതിച്ച് തന്നെ കൊടുക്കണം ഗൈസ്. അവരത് ഗീവ് അപ്പ് ചെയ്ത് ആ മാച്ച് കണ്ടിന്യൂ ചെയ്തല്ലോ. വെൽ പ്ലേഡ്. നല്ല 2 പിക്ക് സ്പൈഡിയും ഡ്രേക്കനുമാണ് ഡൗൺ ആയിരിക്കുന്നത് KVAക്ക്. പക്ഷേ ആ 2 പിക്ക് എടുത്ത കൂട്ടത്തിൽ തന്നെ KVA VNVയുടെ 2 പിക്ക് എടുത്തിട്ടുണ്ടായിരുന്നു. സോ വീണ്ടും ഒരു ട്രേഡ് പോലെയാണ് പോയിരിക്കുന്നത്. ഓക്കെ, ഇത് ഇനി ഒരു സ്റ്റീൽ മേറ്റ് ആണ്. അൺലെസ് KVA പുഷ് ചെയ്യാത്ത പക്ഷം ഈ ഒരു മാച്ച് ഒരു സ്റ്റീൽ മേറ്റ് ആയിരിക്കും. ഇവിടുന്ന് അങ്ങോട്ട് വെടിവെക്കും, അവർ അവിടുന്ന് ഇങ്ങോട്ട് വെടിവെക്കും. നമുക്ക് ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് കണ്ടുകൊണ്ടിരിക്കാം. ഇതാണ് ഒരു നല്ലൊരു ആംഗിൾ തോന്നുന്നു. ഓക്കെ, നമ്മൾ കുറച്ച് നേരം ഓടണല്ലോ, കൈ ഫ്രീ ആയിട്ടിരിക്കും. ഓ, ഹിറ്റ്മാൻ സ്പോട്ട് ചെയ്തു. നല്ലൊരു ടാഗ്. VNV പോട്ടർ ഇല്ല മോനെ, നടക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് ഹിറ്റ്മാനെയും വാസ്കോനെയും അവിടുന്ന് പറഞ്ഞു വിട്ടിട്ടുണ്ട്. ഞാനിവിടെ ഉണ്ട്, നിങ്ങളൊന്നും അങ്ങനൊന്നും കയറൂല എന്ന് പറഞ്ഞുകൊണ്ട് VNV പോട്ടറിൻ്റെ വക നല്ലൊരു ടാഗ്. ഈ ഒരു ആംഗിൾ കയറിയാൽ പക്ഷെ സോൺ ഔട്ടിൽ കൂടെ അവർക്ക് പുഷ് ചെയ്യേണ്ടി വരും. അവർക്ക് അതവിടെ ഇരിക്കട്ടെ. ഓക്കെ, ഷെയ്ഖ് മുഹമ്മദ്, KVA ഡ്രാഗൺ, അതേപോലെ തന്നെ ലെഗസി. ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് ഇവിടുന്ന് അവർ അങ്ങോട്ടൊരു വെടി, അവിടുന്ന് 2 വെടി ഇങ്ങോട്ട് ആയിരിക്കും മാച്ച്. ലാസ്റ്റ് 2 മിനിറ്റ് 40 സെക്കൻഡ്. ബോത്ത് സൈഡ് FRBയോ? ബോത്ത് സൈഡ് 2 സൈഡ് FRB വന്നിട്ടുണ്ട്. ഇപ്പം അൺഇൻറ്റൻഷണൽ വീഡിയം FRP ആണോ? അൺഇൻറ്റൻഷണൽ വീഡിയം FRP അല്ല, ഇൻറ്റൻഷണൽ വീഡിയം FRPs ആണ്. നമ്മുടെ സിറ്റിക്കകത്ത് ഫോളോ ചെയ്യുന്ന പോലെ തന്നെ ആയിരിക്കും അത് റൂള്, അതിൽ വ്യത്യാസം. യെസ്, ഇത് ഇന്നലെ കഴിഞ്ഞതാണ് ഗൈസ്. 2 സൈഡും സോൺ ഔട്ട് ഫയറിംഗ് വന്നിട്ടുണ്ട്. VNVയുടെ സൈഡിൽ നിന്നും അതേപോലെ തന്നെ KVAയുടെ സൈഡിൽ നിന്നും സോൺ ഔട്ട് ഫയറിംഗ് വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ റീടർഫ് നടത്തിയത്. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ VNVയുടെ 3 പ്ലേയേഴ്സ് അല്ലെങ്കിൽ VNVയുടെ ലാസ്റ്റ് ബാക്കിയുള്ള ചൊനക്കുട്ടികൾ ഇവിടെ നിന്ന് നല്ലൊരു ഫൈറ്റ് ചെയ്യുന്ന. ഓ, VNV ഓൾവിൻ നല്ലൊരു VNV ആണെങ്കിൽ പുതിയൊരു പൊസിഷൻ കിട്ടിയിട്ടുണ്ട്. ബട്ട് ക്രോസ് ചെയ്യാൻ നോക്കിയ പോട്ടറിനെ അവർ തിരിച്ചു പറഞ്ഞു വിട്ടിട്ടുണ്ട്. പക്ഷെ അതേസമയം ഡ്രാഗൺ നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. അതേപോലെ ഷെയ്ഖ് മുഹമ്മദിന് നല്ലൊരു ടാഗ് കിട്ടിയിട്ടുണ്ട്. ആഡ്രഷൻസിനൊക്കെ അവിടെ നിന്ന് നല്ലൊരു ടാഗ് കൊടുത്തിട്ടുണ്ട്. ഹിറ്റ്മാനൊക്കെ ആ ഒരു ബിൽഡിംഗ് കയറാനുള്ളൊരു ശ്രമത്തിലാണ്. എന്താണ് നടക്കാമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. ഒരുത്തിനും കൂടെ ചാൻ വേണ്ടി പ്ലാനോ? കക്കാശിയുടെ സംസാരം ഇവിടെ കേൾക്കുന്നത് ഇവിടെ ഉണ്ടായിരുന്നു. താന്നിരിക്കാം. ഓ, ജോ ആവലിൻ ആൻഡ് ഇവരുടെ ആംഗിളിൽ പോയി നോക്കിയാൽ ഇവരുടെ കാഴ്ചയിൽ എന്താ ഇവർക്ക് കാണുന്നതെന്ന് നോക്കട്ടെ. ഒന്നും കാണുന്നില്ല എൻ്റെ ദൈവമേ. ചെറിയൊരു തല കാണാം, ചെറിയൊരു തല. നല്ലൊരു സ്പ്രേ അവർ തിരിച്ചകത്തോട് വലിച്ചിട്ടുണ്ട്. ഓ, VNV ലെഗസി, VNV പോട്ടറെ കണ്ടിട്ടുണ്ട്. VNV പോട്ടർ സോൺ ഔട്ട് ആണ്. VNV പോട്ടർ ലിറ്ററലി നല്ല ടാഗ് കിട്ടി. VNV പോട്ടർ അതുവഴി അകത്തോട്ട് ഓടിയിട്ടുണ്ട്. പക്ഷേ ആ ഒരു ആംഗിൾ ഇപ്പോൾ ലെഗസിക്ക് മനസ്സിലായിട്ടുണ്ട്. ഓക്കെ, ഇതുവഴി വരാൻ പറ്റും എന്ന് മനസ്സിലായിട്ടുണ്ട്. ലെഗസി ആ ഒരു വഴി കയറി ആ ഒരു പിക്ക് എടുക്കാൻ നോക്കുമോ ഇല്ലയോ നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതൊരു ട്രിഗർ ഡിസിപ്ലിൻ പാലിച്ച് നല്ലൊരു പുഷ് നമുക്ക് കാണാൻ സാധിക്കുമെന്ന് നമുക്ക് കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായിരിക്കും ഇവിടെ നടക്കാൻ പോകുന്നത്? ഓ, VNV പോട്ടർ വീണ്ടും വരുന്നു. ലെഗസി സ്പോട്ട് ചെയ്തു. VNV പോട്ടർ വേഴ്സസ് ലെഗസി. VNV പോട്ടർ വേഴ്സസ് ലെഗസി. 1v1 ഡൗൺ. ലെഗസി VNV പോട്ടറിനെ എടുത്തിട്ടുണ്ട്. VNV പോട്ടറിനെ ലെഗസി പിക്ക് ഓഫ് ചെയ്തിരിക്കുകയാണ്. എന്തോ തീർന്നല്ലോ. അതെനിക്ക് ഇടാൻ പറ്റത്തില്ല. റൂട്ട് വരണം. അവരോട് പറഞ്ഞു ടൈമില്ലെന്ന് പറ. 7 മിനിറ്റല്ലേ ഉള്ളൂ. ഓക്കെ, അവരവിടുന്ന് പുഷ് ചെയ്ത് കയറുന്നുണ്ട്. ഓക്കെ, ലെഗസി പുഷ് ചെയ്തകത്ത് ലെഗസി പിക്ക് ഓഫ് ചെയ്തു. ലെഗസി ആൽവിനെ അവിടുന്ന് സ്പ്രേ ചെയ്യുന്നുണ്ട്. വാസ്കോ കയറി ടാഗ് കൊടുക്കുന്നുണ്ട്. ലാസ്റ്റ് 0 ആയില്ലേ? തീർന്നില്ലേ? ഇനി ഞാൻ എൻ്റെ ഇടണോ? ഓ ഷിറ്റ്, ചേംബർ ഹിൽസ്. ഓ, തീർന്നു.